ഉമ്മച്ചാ ഇന്ന് ചൂരക്കറി വെക്കാം. പടപ്പനൊരു ചൂരക്കറി. ചൂരക്കറി കഴിച്ചിട്ടുണ്ടോ? എന്നാ നമുക്ക് ഇന്ന് ചൂരക്കറി വെക്കാം. ഉമ്മച്ചനാണ് എല്ലാം നമുക്ക് ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കാം. കുറച്ച് വെള്ളം ഒഴിക്കടാ. ഉമ്മച്ചൻ കോട്ടയത്തും പത്തനംതിട്ടയിലൊക്കെ പോയത് കൊണ്ട് ഉമ്മച്ചനെ അറിയാം. നമ്മുടെ ഇവിടെ കടലില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇതിനെ കുറിച്ച് അധികം അതില്ല. പക്ഷെ നമുക്ക് കറി വെക്കും, അത് പറയാം. ഉളുപ്പ് മണക്കൊന്ന് പോനെ അതൊന്ന് മേലത്തെ ഒന്ന് വൃത്തിയാക്കാം. പിന്നോട്ടെ നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യും. നീ തന്നെ കട്ട് ചെയ്യും. നീ പത്തനംതിട്ടയിലും കോട്ടയത്തൊക്കെ അല്ല, ഞാൻ കടലുണ്ട് പറഞ്ഞപ്പോ നീച്ചിരിക്കണം. ആ സ്റ്റൈലിൽ വെക്കാൻ പറഞ്ഞിട കറി അതല്ല പറയണത്. ചിരിക്കണം ഇരുന്നിട്ട്. അടുത്ത മീനും കൂടെ കട്ട് ചെയ്യാല്ലേ? നീ കട്ട് നീ തന്നെ കട്ടുകാരെ. 2 തല ഇതൊക്കെ എവിടെ പഠിച്ചത്? പറഞ്ഞില്ലേ മറ്റേ 2 കടലുള്ള കാര്യം. അവിടെ ആ ഭാഗത്തുനിന്ന് അത് കുടംപുളി ഇട്ടിട്ടില്ലേ? കുടംപുളി കുഴിച്ചിട്ട് അടിപൊളിയായിട്ട്. ഇന്ന് നിന്റെ ഇതാണ് കേട്ടോ, രീതിയാണ് കേട്ടോ. വീട്ടിൽ വെക്കുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലോ ഷാപ്പിലോ എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. നീ ഏത് മോഡലിൽ വെച്ചാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. നീ അതിന്റെ ഐറ്റങ്ങൾ ചേർക്കേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു തന്നാൽ. ഇത് തോലുരിച്ചിട്ടും ചെയ്യാൻ പറ്റില്ലേ? തോലുരിക്കും. എന്താല്ലേ അലുവ കിടക്കണ പോലെ ഇല്ലേ മത്തിക്കറിയാല്. പിന്നോട്ട് തീ കത്തിയിട്ടെ കളിക്കാ. ചട്ടി വെച്ച് കൊടുത്ത് ചട്ടിയായി പൊന്നിയരി ചോറ് വെക്കാനുള്ളതാണ്. അതെ അതെ. ചരിവുണ്ടോ? ചരിവുണ്ട്. സൈഡ് മോനെ മറ്റു പിടിക്കും. അതെ. വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്താ കളറ്? വെള്ളം കണ്ടാ പടപടയെന്നില്ലേ? പക്ഷെ നമ്മളിപ്പോ ഉപയോഗിക്കാൻ എടുക്കുന്നില്ല, അതുകൊണ്ടാണ്. ഇല്ലെങ്കിലേ ഇവിടെ നിന്നാണ് വെള്ളം എടുത്തിട്ട് പോണത്. അത് കഴിഞ്ഞിട്ട് നല്ല വെള്ളത്തിൽ കഴിയണം. സൊക്കര കുടിക്കാൻ തോന്നുന്നുണ്ടാ? ഒന്ന് എടുത്ത് ചാടിക്കോ. അപ്പൊ നീ ചാടണ്ട. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കുക. പൊന്നിയരി, സൊക്കന്റെ ചട്ടിയരി ഇല്ല സൊക്ക. പിന്നോട്ടെ നമ്മ മീനെ കഴുകിയെടുക്കാം. ഉപ്പൊക്കെ ഇട്ടിട്ട് മീൻ കഴുകിയെടുക്കാം. നമുക്ക് 2-3 പ്രാവശ്യം കഴുകിയതാ. ഒന്നുകൂടി കഴുകിയെടുക്കാം. അധികം ഇളക്കാനും പറ്റും, ഒന്നും പറ്റില്ല, ഉടയും ചെയ്യും. ചോറായി നോക്കാം. കൊറേ നേരമായി. പൊന്നിയരി അത്രയോ വേഗേണ്ട ആവശ്യമുള്ളൂ. ഊറ്റണം അതിന്. മച്ചാ നമുക്ക് പൊടികളിനൊക്കെ ചൂടാക്കി എടുക്കാം. ചട്ടി വെച്ച് ചട്ടി ഒന്ന് ചൂടാകട്ടെ. വിളക്കാൻ ഒരു തവിയില്ലേ? എല്ലാ സംഭവം ഉണ്ട്. അപ്പോഴേ പൊടി ഒന്ന് ചൂടാക്കി എടുക്കാനുള്ളതാണ്. അതിനുള്ള കാശ്മീരി ചില്ലി ഉണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ വറമുളക് പൊടിച്ചിട്ടുണ്ട്. പിന്നെ ഫിഷ് മസാല, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഈ എല്ലാ ഐറ്റം കൂടിയിട്ട് ഇട്ടിട്ട് ചൂടാക്കി എടുക്കുക. ഇളക്കി മച്ചാ പൊടിയൊക്കെ ചൂടായില്ലേ? നീ പറയുന്ന പോലെ തന്നെ. നീ എന്താ പറഞ്ഞ അതുപോലെ ചെയ്യും. പ്ലേറ്റ് കൊണ്ടോ പൊടി കൂട്ടി വെക്കാൻ. അപ്പൊ അടുത്ത പരിപാടി ചട്ടി വെച്ച് കൊടുത്തിട്ട് എണ്ണ ഒഴിക്കും. ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ അല്ലേ മച്ചാ? നീ പറയണോട്ടോ, നീ കോട്ടയം സ്റ്റൈലും പത്തനംതിട്ടയും പോയതല്ലേ? പാലക്കാടിലല്ലേ നമ്മൾ വെക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. വെന്തായി എണ്ണയിലാണ് കിടക്കട്ടെ അല്ലേ? പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അപ്പൊ കടുക്, ചെറിയുള്ളി ചതച്ച് വെച്ചാണ്. ചതക്കാതെ ഇടായിരുന്നു അല്ലെ? ഒരു കളർ കിട്ടും കാണുമ്പോ. ചെറിയുള്ളി ഇട്ട് കൊടുത്ത് അത് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതാ 3 ഐറ്റങ്ങളും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ അടിച്ച് വെച്ചതാണ്. പിന്നോട്ട് കുറച്ച് കറിവേപ്പില ഇട്ടാലോ? നീ ഇട്ട് കൊടുത്തോ. എനിക്കറിയുന്ന രീതിയാണല്ലോ. നല്ലോണം ഒന്നുകൂടെ ഒന്ന് വതങ്ങട്ടെ. തക്കാളി മിക്സിയിൽ അടിച്ചതാ. വെറൈറ്റി
നമ്മൾ ഇതുവരെ തക്കാളി അരിഞ്ഞിട്ട് കൊടുത്താണ്. അപ്പൊ ഈ പ്രാവശ്യം മാറ്റി. അപ്പൊ തക്കാളി മൂത്ത് വന്നിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ ഇത്രയും വേണ്ട, നമുക്കൊരു ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പുളിവെള്ളം ഒഴിക്കും. ഇത് മാളംപുളിയല്ലോ അവനോട്ടാ, കുടംപുളിയാണ്. ഓ കുടംപുളിയാണ് അല്ലേ? ചൂര മീനിക്ക് കുടംപുളിയാണ്. അങ്ങനെ ഒഴിക്കും. കുറച്ച് ഇളക്കി. എന്താ അറിയോ, പാലക്കാട് എല്ലാവരും മാളംപുളി ഉപയോഗിക്കുക, കുടംപുളി ഉപയോഗിച്ച് അധികം കറി വെക്കില്ല. അതന്നെ ഈ ചൂര വലിയ വലിയ മീനൊക്കെ ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുക. കുടംപുളിയൊക്കെ ഇട്ടിട്ടാണ് കറി വെക്കുക. അങ്ങനെ അതിന് ടേസ്റ്റ് വെറൈറ്റി ടേസ്റ്റ് ആവും. ഇവിടെ മാത്രമല്ലേ വാളംപുളി. അത് കഷ്ണത്തോടെ ഇടുവോ? നല്ല ഇടും. തിളക്ക. വെള്ളം ഒഴിക്കണ്ട അപ്പൊ? ഇനിയിപ്പോ വേണ്ട, ഇതിൽ നിന്ന് എണ്ണ ഇറങ്ങണം. തിളച്ചൊരു എണ്ണ മേലോട്ട് വരും. വെള്ളം ഒഴിച്ചോ? വെള്ളം ഒഴിക്കാം. എണ്ണയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഓ, എണ്ണയൊക്കെ നന്നായിട്ട് മേലെ വന്നിട്ടുണ്ട്. ഇനി ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ? ഉപ്പ് ഇടണം. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം. എന്നാ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ അതിനെ തിളപ്പിക്കണം. ഉപ്പിട്ടല്ലോ നമുക്ക്. ഉപ്പിട്. ഒരു വെറൈറ്റി ഉപ്പിട്. നീ ഷെഫായല്ലോ. ഉപ്പ് കുറച്ചുകൂടെ ഇടാവുള്ളൂ അല്ലേ? ഓ, നോക്കിട്ട് ഒരു തിള തിളക്കട്ടെ. നമുക്ക് തിളച്ചാ നോക്കാം. കൊറേ നേരമില്ലേ? തിളച്ചു. എന്താ കളറ്? ഗുമ്മന്നായില്ലേ? പൊടി കൂടിയല്ലോ? പൊടിയൊന്നും കൂടിയില്ല, കറക്റ്റ് ആണ്. ഉപ്പ് മതിയോ നോക്കി. പൂളായിട്ട് ഇതിനോട്ട് മീൻ ഇടുന്നുണ്ട്. ഓ, അയില, മത്തി, ചൂര, കണവക്കാണ്, കരിമീൻ, കുഴവ അല്ലേ? അപ്പൊ നമുക്ക് ചൂര ഇടാം. ഇറച്ചിപ്പൂള് പോലെ ഉണ്ടല്ലോ. ഇനി അധികം ഇളക്കാനും പാടില്ല. ഇനി ഇളക്കാം. വെള്ളം എല്ലാം കറക്റ്റ് ആണോ? ഒരു തിള തിളച്ചിട്ട് ഉപ്പ് നോക്കിയാൽ മതി. പൊടി വെക്കാം. മച്ചാ, വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് ഞാൻ മൂടി വെച്ചതല്ലേ? നോക്ക് എങ്ങനെയാണ്. നമുക്കൊന്ന് ഉപ്പ് കൂടെ നോക്കണല്ലോ അല്ലേ? തിളയൊക്കെ വന്നു. തുറന്ന് വെച്ച് വേവിക്കണേ. നോക്കാം. ഉപ്പ് നോക്കിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി. ഉപ്പ് പോരല്ലേ? എരിയൊക്കെ ഉണ്ട്. ഉപ്പിട്ട് കൊടുക്കാം അല്ലേ? ഇതിൽ തന്നെ വറ്റിച്ചെടുക്കാം കേട്ടാ. അപ്പൊ ഇനി മൂടി വെക്കണ്ടല്ലോ? ഇനി വേണ്ട, ഇനി തുറന്ന് വെച്ചാലോ പറ്റുള്ളൂ. ഇതിനൊന്ന് കുറുക്കി എടുക്കുക. കരണ്ട ഉപ്പിട്ട് കൊടുത്തല്ലേ? അത് കളക്കണ്ടട്ടാ. പ്രശ്നം. മച്ചാ, കറി റെഡി. പറഞ്ഞ റെഡി. നോക്ക്, സെറ്റായി. ഇനി ചെറിയൊരു ഐറ്റം പൊടിക്കൈയില്ലേ? പൊടിക്കൈ ടേസ്റ്റിന്റെ രുചി കൂട്ട്. അതെ, ഇത് നമ്മുടെ ഒരു പൊടിക്കൈയാണ്. ചൂരക്കറി കൊടുക്കുന്ന ടേസ്റ്റ് ആണ്, അതിന് ടേസ്റ്റ് ആക്കാൻ വേണ്ടിട്ടില്ലേ? ചെറിയുള്ളില്ലേ? ചെറിയുള്ളിന് ചതച്ചതും, ഒരു പച്ചമുളക്, പിന്നെ കറിവേപ്പില, പിന്നെ വെളിച്ചെണ്ണ. പച്ച വെളിച്ചെണ്ണ. കറിവേപ്പില ഇട്ടോളെ. കിടക്കട്ടെ. എന്നിട്ട് കറിവേപ്പില മേലെ ഏതളായിട്ട് ഇട്ടോ, ഇറക്കി വെക്കാം. ഉള്ളിട്ടോ, അങ്ങനെ ഇട്ടോ, വേണ്ട, ഇട്ടോ. അപ്പൊ ഇറക്കി വെക്കാം. ഒരു അരമണിക്കൂറേ ഇങ്ങനെ ഇരിക്കട്ടെ. എന്തായാലും കുറുകുക. എന്നിട്ട് ഇത് തണുത്താലാണ് ടേസ്റ്റ് കൂടുതൽ. ഭയങ്കര ടേസ്റ്റാണ്. മീൻ കറിയും ചോറും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പൊന്നിയരി ചോറും ചൂരക്കറിയും. അപ്പൊ നീ ചോറ് കൂട്ടും. എന്താ അല്ലേ, സമയായില്ലേ? ഇതെന്താ ഇത്? ചോറ് പോരല്ലോ. നല്ല വിശപ്പില്ലേ ഉമ്മച്ചാ? നിന്റെ കോട്ടയും കറി ഇറക്കി. ചൂരക്കറി ഒഴിക്കുക. അല്ല, നീ കോട്ടയം സ്റ്റൈലല്ലേ പറഞ്ഞത്? ഒഴിക്കി. വരട്ടെ. കണ്ടില്ലേ? കൊടംപുളി ഇതാക്കണ്ട. കൊടംപുളിന്റെ മണം ഒരു പ്രത്യേക മണമാണ്. തലയാ ആയിരിക്കട്ടെ. ഞാൻ തലയല്ലേ? കഴിച്ചു നോക്കാം. നമ്മുടെ കൊടംപുളി കണ്ട. ഇത് കഴിക്കാൻ പറ്റൂലേ? അടിപൊളി. പിന്നെ നമ്മുടെ മീന് ചൂര പീസ് എടുത്തിട്ട് നോക്ക്, ടേസ്റ്റ് നോക്ക്. കഴിക്കട്ടെ. വൈകുന്നേരത്തെ കഴിക്കാൻ ഇതിലും പറയാം. ഉമ്മച്ചാ, നിന്റെ കോട്ടയം സ്റ്റൈല് അടിപൊളി കേട്ടോ. ഇത് കുറുകി വരണം അല്ലേ? കാരണം ഒരു ദിവസത്തെ
ഗ്യാപ്പ് വേണം. നാളെ കഴിക്കാം. നാളെ കഴിക്കാൻ പറയും. ആ അടിപൊളി പറഞ്ഞ അടിപൊളി ഇട്ടാ. റോപ്പിലൊക്കെ നമ്മൾ അരമണിക്കൂർ ഇതിന് വെച്ചോളൂ. പൊന്നിയേരും കൂട്ടിട്ട് ഒരു പെട നോട്ടെ. ശരിക്കും പുളി ഇറങ്ങിയിട്ടുണ്ട്. എല്ലാത്തിലും ഇറങ്ങി. സൂപ്പർ. പറയാൻ പറ്റില്ല അത്രയും ഇതായിട്ടേ. അടിപൊളി. കുടമ്പുളി കളയണ്ടോ ആരും. സോക്ക അങ്ങനെ പറ. ഇതാ ഉമ്മച്ചനാണ് ഞമ്മക്ക് ഇത് പറഞ്ഞു തന്നത്. നന്നായിട്ടില്ലേ? ഇതിൽ പൊറോട്ട വേണമല്ലോ. പൊറോട്ട ബെസ്റ്റ് കോമ്പിനേഷൻ. നമ്മള് ചോറ് വേണം. പൊറോട്ട കൂട്ടി അടിക്കാലോ. അതിനെന്താ ഇനി അത് കൂടി എടുക്കണ? പൊറോട്ട കൂടി എടുക്കണം. അപ്പളേ എല്ലാവരും ഈ കറി ഒന്ന് പരീക്ഷിക്കുക. സൂപ്പർ പറഞ്ഞ സൂപ്പറാണ്. അത് ലാസ്റ്റ് ആയി ചെറിയ ഉള്ളിയും പച്ചമുളകും വെളിച്ചെണ്ണയും കൂടിയിട്ട് അങ്ങനെ മേലെ തൂവി കൊടുത്തപ്പോ വേറെ ലെവല് പെട. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവരും കൂടിയിട്ട് ഒരു ബൈ കൊടുക്കുക.